തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും UDF കൺവീനർ MP വിൻസെന്റിന്റെയും രാജി KPCC അംഗീകരിച്ചു. VK ശ്രീകണ്ഠൻ MPക്കാണ് തൃശൂർ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും കോൺഗ്രസ് പ്രവർത്തകരുടെ തമ്മിലടിയുമാണ് ഇരുവരും രാജിവെക്കാൻ കാരണമായത്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറ, ML ബേബി എന്നിവരെ സസ്പെൻഡും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയവും DCC ഓഫീസിലെ തമ്മിലടിയിലും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇരുവരും രാജിക്ക് തയ്യാറായത്. ഇന്ന് DCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിന് ശേഷം ജോസ് വള്ളൂർ രാജി അറിയിച്ചിരുന്നു. തമ്മിലടിയിൽ തനിക്ക് പങ്കില്ലെന്നും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കുന്നതായി MP വിൻസെന്റും പറഞ്ഞിരുന്നു. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള ജോസ് വള്ളൂരിന്റെ രാജി KPCC അധ്യക്ഷൻ K സുധാകരനും UDF ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള MP വിൻസെന്റിന്റെ രാജി UDF ചെയർമാൻ VD സതീശനും അംഗീകരിച്ചു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല VK ശ്രീകണ്ഠൻ MPക്ക് KPCC പ്രസിഡന്റ് K സുധാകരൻ MP നൽകിയതായി KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അറിയിച്ചു. പൊതുസമൂഹത്തിനിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സജീവൻ കുര്യച്ചിറ, ML ബേബി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ എന്നിവരടങ്ങിയതാണ് 3-അംഗ സമിതി. ജനം, തൃശൂർ.